എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്നു എല്ലാ കുരിശുകൾക്കും അപ്പൊ ക്രിസ്തു മാറ്റിയത് എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഇനി മരണമില്ല. വചനം അവസാനിക്കുന്നതും വെളിപാട് അവസാനിക്കുന്നതും എന്താണ്? ഇനി മരണമില്ല. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വെളിപാട് 21:4. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നു പോകുന്ന, ഇനി ദുഃഖം ഉണ്ടാകാതിരിക്കുന്ന ഒരു ടൈം. അപ്പോൾ നിങ്ങളോർക്ക് ഇത് എന്താണ് ആൾക്കാർ മരിക്കുന്നുണ്ടല്ലാന്ന്. ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈശോ എന്താ പറയണത്? നമ്മളെങ്ങനെ ഇവിടെ ജീവിക്കണത്? നമ്മളൊരു അറിവിൻ്റെ അവബോധത്തിലാണ് ജീവിക്കണത്. അവബോധത്തിലാണ് അറിവിലാണ് ആനന്ദം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം ക്രിസ്തു വന്നോടുകൂടിയാണ് നമ്മുടെ മരണത്തിൻ്റെ ഭയം മാറിയത്. എന്താ കാര്യം? അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ഇപ്പം നിങ്ങളൊരു പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് കുർബാന ചെല്ലിയതിന് അച്ഛനെയും കുർബാന കൂടിയ കപ്പേരനെയും ഈ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും കിടപ്പുണ്ട് കോടതി. കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേരളമാണിത്. ലോകത്ത് അങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനെയും കപ്പേരെയും കുർബാന ചെല്ലിയതിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് അടഞ്ഞിരുന്ന പള്ളി തുറന്ന് അകത്ത് കയറി അറസ്റ്റ് ചെയ്തു. കേസായി. മാസ്ക് വെക്കാത്തതിന് പോലീസ് ഓടിച്ചിട്ട് ആൾക്കാരുടെ മുഖത്തിന് അടിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, ഇല്ലേ? ഉറപ്പല്ലേ? എത്ര പേര് അടികൊണ്ടിട്ടുണ്ട്, കേസുമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്തിനെ പേടിയാണ്? കോവിഡ് പടരുമോ, ആൾക്കാർ മരിക്കുമോ, മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. പിന്നെ എപ്പോഴാണ് ഈ പേടി മാറി മാസ്ക് കൂടി ആൾക്കാർ ദൂരെ കളഞ്ഞത്? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോഴാണ്, അല്ലേ? ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. പോളാ പുല്ലെന്ന് പറഞ്ഞ് മാസ്ക് വേണ്ട, ഒന്നും വേണ്ട. എന്താ കാര്യം? സന്തോഷമായി. അതന്നെ ക്രിസ്തു ചെയ്തത്. പാപത്തിനും മരണത്തിനും ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചു. എന്താണ്? തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരമാക്കിയിട്ട് ദൈവത്തിരുസന്നിധിയിൽ പ്രസാദത്തിനുള്ള വഴി കാണിച്ചപ്പോഴാണ് മനുഷ്യന് സന്തോഷമുണ്ടായത്. അവിടുന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീട്ടി. ഇനി മരണമില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചവനെ, ഞങ്ങൾ ആരാധിക്കുന്നു. അതായത് എപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് നല്ലത്. അല്ല പശുവിനെ നമ്മൾ എന്തിന് സ്നേഹിക്കുന്നു? പശു എനിക്ക് പാല് തരുന്നു, ക്രിസ്തു എനിക്ക് IELTS തരുന്നു. കണ്ട, പല ആൾക്കാരുടെ അറിവിൽ ക്രിസ്തുവിന് പശുവിൻ്റെ റേറ്റിങ്ങേ ഉള്ളു. ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? പശു എനിക്ക് പാല് തരുന്നു. പിന്നെ എന്താ? പശു എനിക്ക് ചാണകം തരുന്നു. ചാണകം എനിക്കിന് തക്കാളിക്കിടാം, അല്ലേ? അപ്പോൾ വളം തരുന്നു. അതുകൊണ്ട് ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തു എന്നെ ജപ്റ്റിനോട് മാറ്റുന്നു. ക്രിസ്തു എനിക്ക് ജോലി തരുന്നു. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പശു എനിക്ക് ചാണകം തരുന്നു, പശു എനിക്ക് പാല് തരുന്നു, ഞാൻ പശുവിനെ സ്നേഹിക്കുന്നു. പല ആൾക്കാരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ്റെ അറിവിൻ്റെ നിലവാരവും ആരാധന നിലവാരവും മൃഗസമാനമാണ്. പശു സമാനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല? അതുപോലെ ആധ്യാത്മികതയും അനുഭവങ്ങളും നരസമാനമായിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പരിമിതിയിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തുവിൽ ഉദ്ദേശിക്കുന്നവരെന്താണ്? അവൻ നിത്യതയോളം വളരണം. പണ്ട് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകമില്ലേ? എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, വലിയ മോർക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചിരിക്കുന്നതുകൊണ്ട്, DPEP-കാരല്ലേ. വലിയ മോർക്കറിയാം, പഴയ പാഠപുസ്തകമുണ്ട്. എന്താണ്? അമ്മ എനിക്ക് കാച്ചിയ, അമ്മണി വന്നു കമ്മൽ തന്നു, അല്ലേ? അതന്നെ. അപ്പോൾ അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു. എന്താ കാര്യം? ഞാൻ അച്ഛനോളം വലുതാകണം. അതാണ് അമ്മയ്ക്കിഷ്ടം. അതാണ് 1ാം പാഠം. അധ്യായത്തിൻ്റെ 1ാം പാഠവും ബൈബിളിൻ്റെ 1ാം പാഠവും അത് തന്നെയാണ്. എന്താണ്? ക്രിസ്തു എനിക്ക് സ്വന്തം ശരീരവും രക്തവും തരുന്നു.
എന്താ കാര്യം? ഞാൻ നിത്യതയോളവും വലുതാകണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്വന്തമാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എന്ത് നീ ഉടമ്പടി എടുക്കുന്നു? ജോലി കിട്ടാൻ, വീട് കിട്ടാൻ, മക്കളുണ്ടാകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന് ഭൂമി മാത്രമേ ഉള്ളൂ നിനക്ക്. അതിൻ്റെ അകത്ത് എൻഡിട്ടേ ഇത് പറക്കത്തില്ല. പറക്കാത്ത ഉടമ്പടി എടുത്തിരിക്കണത്. എന്താ കാര്യം? താറാവ് അധികം പറക്കത്തില്ലല്ലോ, ഇല്ലേ? പക്ഷെ കഴുകനാണെങ്കിൽ പറക്കും. അപ്പം നീ ഒരു ഈഗിൾ കവനൻ്റാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറന്നങ്ങ് നിൽക്കും. എന്താ കാര്യം? എന്താ? നിത്യത. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ്? നിത്യതയാണ്. നീ ഇവിടുത്തെ ജോലി, വീട്, വിവാഹം, IELTS, PR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിരച്ച് നടക്കണ ജീവിനെ പോലെയുള്ള ഭൂമിയിൽ നിന്ന് സാധനം പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ എപ്പോഴും നിത്യത നിൻ്റെ ഒരു ജീവിത വിഷയമായിരിക്കണം. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വപ്നം അതാണ്. പെർഫെക്റ്റ് as your heavenly Father is perfect. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:48. മത്തായി 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. അതാണ് നിത്യതയോളം വളരാൻ ഉദ്ദേശിക്കണുണ്ടല്ലോ. എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ മനുഷ്യ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ആന്തരിക ചോദന എന്താ? ഒന്നും പരിപൂർണമല്ല എന്നുള്ളതാണ്. ഈ കലയെല്ലാം രൂപപ്പെട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു അതൃപ്തിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എല്ലാം ശാസ്ത്രം ഇവിടെ നിന്ന് വന്നതാണ്, അതൃപ്തിയിൽ നിന്ന് വന്നതാണ്. ഇതല്ല ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് ആന്തരികമായ ഒരു മനുഷ്യൻ്റെ ഒരു ത്രൈവാണ്. ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്ചമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന അനുസരിച്ച് കൊണ്ട് ആ മെച്ചം നമ്മളെ വീണ്ടും അടിമയാക്കും. എന്താ കാര്യം? ഇപ്പം നിങ്ങൾ AC ഇല്ലാത്ത വീടാണ്. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഒരു പായ എടുത്തിട്ട് ഒരു പള്ളിയിൽ നിന്ന് മേടിച്ച, പെരുന്നാളിന് മേടിച്ചൊരു ബെസറിയുണ്ട്, അല്ലേ? അപ്പോൾ നല്ല ചൂടായിരിക്കും നാട്ടിൻപുറത്തൊക്കെ ഈ ജനുവരി മാസം, മാർച്ച് മാസത്തിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഈ ബെസറി കൊണ്ട് വീശി രാത്രി നല്ല വേർപ്പായിരിക്കുമേ. അപ്പോൾ അവിടെ വീശി എന്ത് ചെയ്യും? വീശി വേർത്ത് ഉറങ്ങിപ്പോവും. അതേ ഉള്ളൂ. കറണ്ടില്ലാത്ത സമയത്ത് പിന്നെ അവിടെ കിടക്കാൻ പറ്റത്തില്ല. ബെസറിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റണില്ല. ഫാൻ കണ്ടുപിടിച്ചപ്പോൾ അതിന്മേൽ മുഴുവൻ പുകയുടെയും കരിയും ചിലന്തി വരെയൊക്കെ ആയപ്പോൾ മനുഷ്യൻ AC വെച്ചു. AC കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ AC തന്നെ റിപ്രക്കഷൻസും റെസിപ്രേഷനും പല രോഗങ്ങളൊക്കെ ആയിട്ട് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈശോ പറഞ്ഞതല്ലേ, ബെസറി പിടിക്കണവന് പിന്നെയും ദാഹിക്കും, അവന് ഫാൻ വേണം. ഫാനുള്ളവന് പിന്നെയും ദാഹിക്കും, അവന് AC വേണം. ഈ വെള്ളം കുടിക്കണവന് ഇനി ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അപ്പോൾ ഇത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിങ്ങളുടെ മെറ്റീരിയൽ ബോഡിയെ എന്തെങ്കിലും ഉപയോഗിച്ചു കൊണ്ടാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ മരണം വരെ തൃപ്തിയില്ലാത്ത അവസ്ഥ തുടരുമെന്നാണ് പറയുന്നത് ബൈബിള്. യോഹന്നാൻ 2:17 എടുത്തേ. 2:17. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. അതാണ് പ്രശ്നം. ഈ മോഹങ്ങൾക്കെല്ലാം നമ്മൾ പുതിയ സ്ഥാനം കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ എന്താ പറയണത്? അതും മാറ്റിപ്പെടുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഞൊട്ടേണ്ടി വരും നടത്താൻ. ഒരാൾക്കാർ അവിടെ അഭിമാനം, അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. എങ്ങനെയാണ്? ബ്രാൻഡ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ്. കാറിൻ്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നു. അവർ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെയും സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ബ്രാൻഡിനൊപ്പമാക്കി എടുത്തിട്ട് ഈ ജഡിക മനുഷ്യൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഈ ജഡിക മനുഷ്യനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു,
കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു തിരിച്ചറിവിൻ്റെ വിഷയമാണ്. നമ്മളോടൊത്ത് ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവബോധപ്പെടുത്തുകയും നമ്മൾ നിറയാൻ വേണ്ടി അതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നൽകുന്ന പരീക്ഷണങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ പാഠങ്ങളെ പഠിക്കുകയും പൂർത്തിയാകാൻ വേണ്ടി ആത്മാവിനാൽ എന്താ പറയണത്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന്, അതാണ് ഈശോ പറഞ്ഞത്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റതെന്ന് 7 യോഹന്നാൻ 7:37 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യോഹന്നാൻ 7:37 തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇപ്പോൾ ഉടമ്പടി എങ്ങോട്ടാണ് സഞ്ചരിക്കണം എന്ന് വെച്ചാൽ ജീവജലത്തിൻ്റെ ഉറവയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ജഡികമായ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കണമെങ്കിലും ജഡികമായ കാര്യങ്ങളെക്കുറിച്ച് ഈശോ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഫുൾ ബെഞ്ച് തീരുമാനമാണ്. ഈശോ ഒരു കാര്യം പറഞ്ഞാൽ എന്താണ്? അവൻ അന്ത്യവിധിയാളൻ ആരാണ്? അവനല്ലേ. അപ്പോൾ അവനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ഡിവിഷൻ ബെഞ്ചല്ല, ഫുൾ ബെഞ്ചാണത്. അവനൊരു കാര്യം പറഞ്ഞാൽ സ്വർഗീയ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് തീരുമാനമാണ്. എന്താണ്? ഈ വെള്ളം കുടിക്കണവൻ ഇനി ദാഹിക്കും. നമ്മൾ എന്തെല്ലാം ഈ ലോകത്ത് നേടാൻ വേണ്ടി ഉടമ്പടി എടുത്താലും യഥാർത്ഥ ദാഹം എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ ഒന്ന് പറഞ്ഞേ, തിരുനാളിൻ്റെ 1-ാം ഘട്ടം തന്നെ. ഒരു വലിയ വിഷയം പറയുമ്പോൾ ഈശോ പഠന പാട് കണ്ടില്ലേ? തിരുനാളിന്റെ രണ്ടാമത്തത് എന്താ? മഹാദിനത്തിൽ പിന്നെന്ത്? അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഇത്രയും എംഫാറ്റിക് ആയിട്ടൊരു ഒറ്റ വാക്ക് ഈശോ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പറയാൻ വേണ്ടി തിരുനാളിൻ്റെ 11 ദിവസങ്ങളിൽ 11ാമത്തെ ദിവസം തിരഞ്ഞെടുക്കുകയാണ് ക്ലൈമാക്സ്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് അവനെന്ത് ചെയ്ത്? അവൻ ഉച്ചത്തിൽ പറഞ്ഞു. താത്തി പറയാൻ സാധാരണ സ്ഥലത്തല്ല, ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ദൈവത്തിലെത്തുന്നത് വരെ ഏത് മതത്തിലും ജാതിയിലും ജീവിച്ചാലും നീ ഒടുവിൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്. എന്താണ് പറഞ്ഞ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാറുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 7:39 അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും പറയും, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു കോളം ദൈവത്തിന് കൊടുത്തേക്കണം. എന്തിനാണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ കോളമാണ്. നിൻ്റെ സാഹചര്യവും ആത്മീയമായിട്ടുള്ള നിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചുകൊണ്ട് നിന്നെ നയിക്കാൻ പറ്റിയ മരുന്നുകൾ ദൈവത്തിന് എഴുതി ചേർക്കാൻ പറ്റിയ ഇടമാണത്. അതിന് നിങ്ങൾ മതവും ജാതിയും ഒന്നും മാറേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കണേ ആർക്കാണ് ജാതി മാറേണ്ടത്? ആർക്കാണ് മതം മാറേണ്ടത്? ഇത് അതിനുള്ള സംവിധാനമാണോ? അല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ അവർ മതാതീതമായിട്ട് അതീതമായിട്ട് അപ്പനും മക്കളും തമ്മിൽ ഒരുമിച്ച് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് നിൻ്റെ കടങ്ങൾ കർത്താവ് അവൻ്റെ മരണത്താൽ പരിഹരിച്ചത് കൊണ്ടും നിന്നെ അവൻ കടങ്ങളിൽ നിന്ന് നീ ചെയ്യേണ്ട പാപത്തിന് പരിഹാരം അവൻ ചെയ്തപ്പോൾ അവൻ്റെ പരിഹാരം എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജ്ഞാനത്താൽ നമ്മൾ സ്നാനം സ്വീകരിക്കുന്നത്. വെള്ളം കൊണ്ടല്ല, ജ്ഞാനത്താൽ. ആ അറിവ് തന്നെയാണ് നമുക്ക് സ്നാനമായി മാറുന്നത്. നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യമായ അറിവുണ്ടെങ്കിൽ നീ ജ്ഞാനത്താൽ സ്നാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്.
കാര്യം എന്താണ്? അറിവിൻ്റെ അഭവമായ ആദ്യവും അവസാനവും ആൽഫയും ഒമേഗയും ആരാണ്? ക്രിസ്തുവാണ്. അറിവ് എന്താണ് അനുഭവം എന്ന് പറയുന്നത്? അറിവിൻ്റെ അനുഭവം നിത്യതയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ദൈവപിതാവേ, നന്ദി ദൈവപിതാവേ. ജീവജലത്തിനരുവിയായി ഇറങ്ങി ഒഴുകണമേ, സ്നേഹജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിനരുവിയായി ഇറങ്ങി ഒഴുകണമേ, സ്നേഹജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ, നിറയണമേ, നിറയണമേ എന്നിൽ, നിറയണമേ. അതിലൂടെ അവസാനം ഈശോ പറഞ്ഞത് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ നിങ്ങൾ അറിവിൽ സ്വീകരിക്കുക, നിങ്ങൾ നിത്യത അവകാശമാക്കുക. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന നിയമമില്ല, വീടില്ല, ജോലിയില്ല, രോഗമാണെന്നൊക്കെ പറയുന്ന വിഷയം എന്താണ്? അതെല്ലാം നിന്നോട് പറയുന്ന ഒരു ദൈവഭാഷയാണത്, ഒരു ദൈവഭാഷയാണ്. നിൻ്റെ വേദനകളുടെ ഒരു ദൈവഭാഷയാണ്. എന്താണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇപ്പം മിഥുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മിഥുൻ ഇവിടുന്ന് ഉടമ്പടി എടുക്കാതെ കാറിൽ പോയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു, സിനിമ കണ്ടുകൊണ്ടിരുന്നു. ക്രിസ്തുവിന് ഉടമ്പടിയില്ല, ക്രിസ്തുവിന് ആവശ്യമില്ല. ഞാൻ ഓക്കെ ആണെന്നാണ്. കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ പോക്ക് വികാരമാണ് ഞാൻ ഓക്കെ ആണെന്നുള്ളത്. എന്താണ്? എൻ്റെ വീട്ടിൽ ഗൃഹപ്രാർത്ഥന ഉണ്ട്, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ ദൈവം പറയുന്നത് ഈ പോക്കാണെന്ന് പറയും. അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന്. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. മിഥുൻ അറിയേണ്ടത് അറിയാത്ത ഒരാളാണ്. അറിയേണ്ടത് അറിയാത്തത് വരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ സഹനത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ കൂടെ നടക്കും. ദിസ് ഇസ് സൗണ്ട് ഓഫ് ഹേർഡ്. ഇതാണ് ഈ സഹനത്തിൻ്റെ ഒരു വേട്ടപ്പടി പുറകെ നടക്കും. എന്തിനാണ്? നീ ക്രിസ്തുവിനെ സ്വീകരിക്കൂ, റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. മിഥുൻ എന്താ സംഭവിച്ചത്? അവനായിരുന്നല്ല ദൈവം, അന്നദാതാവ്, ബ്രെഡ് ഗീവർ, വീട്ടിലെ ബ്രെഡ് ഗീവറായിരുന്നു. പെട്ടെന്ന് ആ ജോലി പോയി. കുടുംബം മുഴുവൻ നിലനിന്നിരുന്ന മരുന്നും ഭക്ഷണവും കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ കരവും വീട്ടുകാരവും എല്ലാം കൊടുത്തിരുന്ന ഒറ്റ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ജോലി പോയി. അതോടുകൂടി ഇവൻ നിലംപരിശായി. നിൻ്റെ കോൺഫിഡൻസിലായിരിക്കും എപ്പോഴും മിലിറ്ററി ടാർഗറ്റിങ് നടക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കോൺഫിഡൻസ് കർത്താവിലായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ പഠനം, എൻ്റെ ആരോഗ്യം, എൻ്റെ തറവാടിത്തം, എൻ്റെ സമ്പത്ത് ഒന്നുമല്ല. കർത്താവേ, നീയാണ് എൻ്റെ പാറ, നീയാണ് എൻ്റെ ആത്മവിശ്വാസം. കോൺഫിഡൻസ് കർത്താവിലാകുമ്പോൾ അത് പാറയുടെ ബലം ചെയ്യും. കർത്താവാണ്, എനിക്ക് കർത്താവുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് അവർ പറയണത്? അപ്പന് പെട്ടെന്ന് തലപ്പോശൽ വന്നു, അപ്പൻ ICU ആയെന്ന് ഫോൺ വരുമ്പോൾ മകളെന്താ പറയണത്? ഞാൻ പാറപ്പുറത്താണ്. എന്താ കാര്യം? നമ്മളമ്മച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അമ്മച്ചി, അതാണ് പാറയെന്ന് പറയണത്. ഇന്ന് എല്ലാവരും അങ്ങനെ പറയാൻ തുടങ്ങി. കേരളത്തിൻ്റെ ആധ്യാത്മിക അജണ്ട അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ദൈവം ഇവിടെ നിശ്ചയിച്ചിരിക്കണം ഉടമ്പടിയിലൂടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്തെ കൂടാതെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ്റെ ആധ്യാത്മികമായ ആ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ് തകർത്തുകൊണ്ട് ഒരു ജോലി പോയി.
ജോലി പോയപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് മിഥുൻ്റെ അപ്പനും മകനും കൂടി ഇരിക്കുകയാണ്. സങ്കടമായ കുടുംബത്തിൻ്റെ പാത്തോസ് വായിക്കുന്ന സമയമാണ്, സങ്കടസീനാണ്. ജോലി പോയി, ഇനി അപ്പന് മരുന്നിന് പ്രശ്നമുണ്ട്, കടക്കാർക്ക് പറ്റുകടി പീടികയിൽ ബില്ല് വരും, പല പല പ്രശ്നങ്ങളാണ്. ഇനി ഇടയ്ക്ക് വല്ല ജ്ഞാനസ്ഥാനം, കല്യാണം ഒക്കെ വന്ന് കടം മേടിക്കേണ്ടി വരും, മറ്റുള്ള മുമ്പ് ചോദിക്കേണ്ടി വരും, പല പ്രശ്നമാണ്. ഇതൊക്കെ അപ്പനും മകനും കൂടി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളം തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പനും മകനും തമ്മിൽ ഒരു കൂട്ടാണ്. എന്താ കാര്യം? ഇവൻ വിദേശത്ത് പോകാത്തതിൻ്റെ കാര്യം അപ്പനെ നോക്കാൻ വേണ്ടി, വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആണ് ഈ വിദേശത്ത് പോകാത്തത്. അങ്ങനെയുള്ള മക്കളും ഉണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മനെയും നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് ജോലി വേണ്ട, എനിക്ക് ഞാൻ അകത്ത് മതിയെന്ന് എപ്പോഴും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പറയുന്നത് അപ്പനും മകനും കൂടി ഇരുന്ന് ഇളഞ്ഞിരുന്നുണ്ട് ഈ കഥ പറയുകയാണ്. മകൻ എന്ത് ചെയ്യോടാ? ഇല്ല ദൈവം. അപ്പോൾ അപ്പം പറയും, നീ ഉടമ്പെടുക്കടാ, ഞാനല്ലേ ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്, നീ ഉടമ്പടി എടുക്കടാ എന്ന് പറയും. കാര്യം ഉടമ്പടി കുഞ്ഞ് ഓടിക്കാളാണ്. നീ ഉടമ്പടി എടുക്കടാന്ന് പറഞ്ഞില്ല, പെട്ടെന്ന് ഇതും പറയുകയാണ്, അമ്മ ഞങ്ങളുടെ അടുത്തിരിക്കണ പോലെയൊക്കെ തോന്നി, വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ അപ്പനിത് പറയുകയും വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. എന്നിട്ട് ഇതും പറയണത് അമ്മ ഞങ്ങളുടെ അരികിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അപ്പം അപ്പൻ പറയണത്, കേക്ക് മകനെ, അതാണ് ശരി, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, നീ ഇങ്ങനെയുള്ള ജീവിക്കണവനല്ല, ഇതിനേക്കാൾ ഉപരി ആധ്യാത്മികമായ ഉയരങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപ ആർജിക്കേണ്ടവനാണ്, അതുകൊണ്ട് ഇതാണ് സമയം. ഉടനെ മിഥുൻ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവടാന്ന് 3 കമ്പനി കേരളത്തിൽ തന്നെ വിളിച്ചവനെ ഒരു കമ്പനിയെ തട്ടിക്കളഞ്ഞ്. എന്താ കാര്യം? ആ കമ്പനിക്കാരൻ ചോദിക്കുന്ന ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് ഫേസ് ആകുമ്പോൾ എല്ലാവരും തോറ്റുപോകും. 1000 പേര് വേണമെങ്കിൽ അവർ 1 പേര് 2 പേരെ വേണമെങ്കിൽ അവർ 1000 പേരെ വിളിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് തീരുമാനിച്ചു. ബാക്കി 2 കമ്പനി അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. 2 കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 നല്ലതാണ്, പക്ഷേ ഉറപ്പില്ല. കാര്യം വിളിക്കണില്ല, അവർ വിളിക്കണില്ല, അതാണ് സംഭവം. ഇനി അമ്മ ടൈം മാത്രമായത് കാരണം എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? ഈ 3 കമ്പനിയുടെയും ഇൻ്റർവ്യൂ വരണ ടൈം നോക്കണം. ഒന്ന് 9 മണിക്ക് ഓടിയെത്താൻ പറ്റിയ ടൈമാണല്ല. രണ്ടാമത്തത് 12 മണിക്ക്. ഇവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകാം. 2 9 മണിക്കാണെങ്കിൽ തെണ്ടിപ്പോയനാവും. ദൈവം ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അറിയണം. ദൈവത്തിന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആധ്യാത്മിക ഒരു AI ആണ്. അതായത് പ്രോഗ്രാം ചെയ്യും. സമയ ഘടികാരം നെഞ്ചു ചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയത്തിൻ്റെ സഞ്ചാരി മാതാവ് നിൻ്റെ സമയത്തെ പ്രോഗ്രാം ചെയ്യും. ഒന്ന് 9 മണിക്ക്, ഒന്ന് 12 മണിക്ക്, ഒന്ന് 4:30 മണിക്ക്. ഇങ്ങനെയുണ്ട് പരിപാടി. ഇത് ആർക്കും ചെയ്യാൻ പറ്റുമോ? 3 കമ്പനിയിൽ നിന്ന് ഇവന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലാണ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവന് ഉടമ്പടിയിലായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സമയത്തെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടമ്പടി ഒരു ബാക്ക് സ്റ്റിയറിങ്ങിലായി. അമ്മയെ പുറകിലിരുന്ന് സ്റ്റിയർ ചെയ്യാൻ തുടങ്ങി ആളെ. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ടൈം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരണത്. അപ്പോൾ ഇവന് 1ാമത്തെ ഉടമ്പടിക്ക് 9 മണിക്ക് പോയി. 1ാമത്തെ ഇൻ്റർവ്യൂ 9 മണിക്ക് പോയി. അവരോട് സംസാരിച്ചു. അവർ ചുമ്മാ ബയോഡേറ്റായി എവിടെയാണ് വർക്ക് ചെയ്തത്, അങ്ങനെ കുറച്ച് കാഷ്വൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി ഇവരാളെ എടുത്തിട്ടുണ്ട്, നമ്മളെ ആവശ്യമില്ലെന്ന്. അവർ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ട് പരിചയമുള്ള ആളല്ല. ഇൻ്റർവ്യൂ ഈസി ആണെങ്കിൽ ഓർക്കുക, എടുക്കാനുള്ള ആളെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലെന്ന്. അതുകൊണ്ടാണ് അപ്പൻ്റെ പേരെന്താണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ അമ്മയുടെ പേരെന്താ, എവിടുന്ന് വരുന്നത്, പണ്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവർ ആൾക്കാരെടുത്ത്. 12 മണിക്കുള്ള ഇൻ്റർവ്യൂവിനും സെയിം ക്വസ്റ്റ്യനാണ്. എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്, അവിടുന്ന് പോരാൻ കാര്യം എന്താ, എങ്ങനെ അവിടെ ജോലി നഷ്ടപ്പെട്ടത്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കും. ഇവൻ്റെ കലിബറോ ഇവൻ്റെ എക്സ്പീരിയൻസോ ഒന്നും അത് ചോദിക്കണ്ട. ഇവൻ്റെ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്, അതിലെ നിങ്ങൾ വിളിച്ചതെന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 കമ്പനിയിലും ആളെ നേരെ എടുത്തതാണ്. 3ാമത്തെ കമ്പനിയിൽ ഇവന് താല്പര്യമില്ല. കാര്യം എന്താണ്, അവിടെ ചെന്നാൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ടാണ് കാര്യം ആ കമ്പനി ഇവൻ അവോയ്ഡ് ചെയ്ത് കൂട്ടിയതാണ്. അതുകൊണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ഉഴപ്പാൻ തുടങ്ങി. ഇനി തീർന്നില്ല, ഇൻ്റർവ്യൂ തീർന്നല്ല.
പക്ഷെ 4 മണിയായപ്പോൾ തന്നെ ഈ കമ്പനിയിൽ നിന്ന് മൂന്നാമത്തെ കമ്പനി നിന്ന് അവനെ വിളിച്ചു. കാര്യം ഈ ഉടമ്പടിയുടെ പ്രശ്നം പറയണത്, അമ്മ ഒരു വൺ വേ ഓർ അതർ മദർ ഞങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഉടമ്പടി അത്ര വളർന്നില്ലല്ലോ. അമ്മ ഞാനും അപ്പനും കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ മഴമില്ലി വീശിയടിച്ചെന്ന് പറയും. ഉടമ്പടി ഭയങ്കര സംഭവമല്ലേ. അത് അമ്മയെ കയ്യൊപ്പുള്ള സാധനമാണെങ്കിൽ അപ്പം തന്നെ ഉടമ്പടിയുടെ അടയാളമാണല്ലോ മഴവില്ല്. അപ്പനും ഞാനും കൂടി വിസ്മയത്തോടെ ഇങ്ങനെ മഴവില്ല് നോക്കി. അത് മറിയാതെ അമ്മയായി സാന്നിധ്യമായി നിന്നു. 4 മണിയായപ്പോൾ മൂന്നാമത്തെ സ്ഥലത്ത് നിന്ന് തന്നെ വിളിച്ചു. എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഞാൻ വളരെ അകലെയാണ്, മറ്റൊരു ഇൻ്റർവ്യൂ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഓടിയെത്തുമ്പോൾ 4:30 മണിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞു പോകും, സാരമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിയായപ്പോൾ ഇവൻ ഒരിടത്തും എത്തിയിട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ടൈമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയിലാണ്, കുഴപ്പമില്ല നിങ്ങൾ വരാൻ പറഞ്ഞു. 4:30 മണിക്കുള്ള ഇൻ്റർവ്യൂവിന് അവൻ ചെല്ലുമ്പോൾ ആ സ്ലോട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ. 5 മണിക്കാണ് അവിടെ എത്തണത്. 5 മണിക്ക് ഇവനോട് ഇൻ്റർവ്യൂ ചോദിച്ചു. വ്യാപകമായ രീതിയിൽ ഭയങ്കര അനലൈസ് ചോദ്യങ്ങൾ ചോദിച്ചു. കുറേ നേരം നിന്ന് വിടുമ്പോഴേ പിറ്റേ ദിവസം ഇവന് അപ്പോയിൻമെൻറ്റ് ഓർഡറായി. അതെന്താ പ്രശ്നം? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് ഈ ഉടമ്പടി ഇവൻ ഈ കമ്പനി ജോലി ഇവൻ ഉപേക്ഷിച്ചതാണ്. അവരെടുക്കാനുള്ള ആളെ എടുത്തായിരുന്നു. ആ കമ്പനി മൂന്നാമത്തെ കമ്പനി എടുക്കാനുള്ള ആളെ ഓൾറെഡി എടുത്തതാണ്. ഇവൻ എടുക്കേണ്ട കാര്യമില്ല. മാതാവ് അവൻ്റെ പേര് ആ മുറി കയറിയിട്ട് ഇവന് വേണ്ടി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചു, എൻ്റെ സ്ലോട്ടിൽ എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു. ക്ലർക്ക് പറഞ്ഞു, നിങ്ങളുടെ സ്ലോട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് കമ്പനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതെന്ന്. കമ്പനി വെയിറ്റ് ചെയ്തതല്ല, കമ്പനിയെ വെയിറ്റ് ചെയ്യിച്ചതാണ്. അതായത് ഇത് അത്രയും, അതായത് ഇപ്പോഴെന്താ ഈ മിഥുനെന്താ പറയണത്? എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടിയായി തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഉടമ്പടിയിൽ മറ്റ് പ്രാർത്ഥനാ രീതികളെ പോലെയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വപ്നമായിട്ടും. ഒരു പ്രാവശ്യം ഇവർ ജോലി പോയില്ലേ, ജോലി പോയിട്ട് ഉടമ്പടി എടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇവനൊരു വെളുപ്പിന് 4 മണിക്കൂർ സ്വപ്നം കണ്ട് കൃപാസനം മാതാവ് കരയണേ. അപ്പോൾ ഉടനെ മിഥുൻ അമ്മയുടെ ഉടുപ്പെ തൊടാൻ നേരത്ത് മാതാവ് ഇവരെ തള്ളി മാറ്റും, നീ എന്നെ തുടരുമെന്ന് പറയും. അപ്പോൾ അന്ന് മുതൽ എന്ന് വെച്ചാൽ നമ്മളെ ഉടമ്പടിയുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റിയ ആത്മീയ സാഹചര്യമുണ്ട്, തൊടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഉടമ്പടിയോട് പാലിക്കുന്നവരും ദൈവത്തിന് നിങ്ങളെ തൊടാൻ പറ്റിയ, ദൈവം അതിനെ അനുവദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഉടമ്പടിയോട് വിശ്വസ്തതയോടെയും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പം ഇങ്ങനെയല്ല. ഇപ്പം ഇത് മിഥുൻ്റെ കാര്യം, രാധമ്മ, അതായത് എന്താണ് എൻ്റെ ജീവിതമെന്ന് ഇവർ തന്നെത്താൻ പറയാണ്. അമ്മച്ചി തന്നെത്താൻ പറയാണ്, എൻ്റെ ജീവിതം ഇനി അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. എന്നിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അവരങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ആദ്യം തന്നെ ഇവർ സങ്കടപ്പെട്ട് ഇവിടെ തന്നെ എന്താ, മകൻ മദ്യപാനിയാണ്, ഭാര്യയെ തല്ലുന്നു, കുടുംബത്തിൽ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആ ആഴ്ച തന്നെ അവൻ്റെ മദ്യപാനം മാറി, അവൻ വിദേശത്ത് ജോലിക്ക് പോയി, അവന് പണമായി. രാധമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനത്തെ സ്ഥലമാണ്, ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീർപ്പുണ്ടാകുമെന്ന് ആഴമായ ബോധ്യത്തിലാണ് വർക്ക് ചെയ്യണത്.
പിറ്റേ ദിവസത്തിന് ആ ഫയൽ എടുക്കുകയാണ്, ഒപ്പിട്ട് മാറുകയാണ് കാര്യങ്ങളെല്ലാം. നിങ്ങൾക്കറിയാം, അമ്മയ്ക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. പിന്നെ രാധമ്മക്ക് ഒരു കാര്യം വെച്ചായി, ഇത് തന്നെ സ്ഥലം ആരോടും പറയാതെ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വരും, പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അവിടെ വന്നിരുന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. 9ാമത്തെ ചൊവ്വാഴ്ച പോയപ്പോൾ, 9ാമത്തെ ആരും പറയില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല ഇവിടെ വരാനോന്ന്. അപ്പോഴേ ഇവർ ഒറ്റക്കെടുക്കുന്ന തീരുമാനമാണ്. ചിലർ ദൈവം ഒറ്റക്ക് നയിക്കും. അവർ ഓക്കെ ആണെങ്കിലേ അടുത്ത പടി, അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് ദൈവം തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അവരോട് പറഞ്ഞ്, നീ ഒറ്റക്ക് ഇവിടെ വന്നിരിക്ക്, ഉപസിച്ചുകൊണ്ടിരിക്ക്. അങ്ങനെ 9 ചൊവ്വാഴ്ച ഇരുന്ന് 9ാമത്തെ ചൊവ്വാഴ്ച ഇവർക്ക് തൊണ്ട പഴുത്ത് തൈറോയിഡാണ് അസുഖം. അത് ഉടമ്പടി വെച്ചോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. പക്ഷേ 9ാമത്തെ ചൊവ്വാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കഴുത്ത് ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണ പോലെ തോന്നും, എന്തോ സാധനം അടന്ന് പോണ പോലെ തോന്നും. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും വർഷം നിന്ന് തൈറോയ്ഡ് കാണാനില്ല. അപ്പോഴവർക്ക് പിന്നെ അവരുടെ വിശ്വാസം പെരുകിയില്ലേ. അവരുടെ വീട്ടിൽ ചേടത്തിയോ ഉണ്ട് ആണെന്നത്. അപ്പോൾ അവർക്ക് നടക്കാൻ പാടില്ല. അവർ കുണ്ടളം കാഴ്ച കിടക്കുന്ന പോലെ അവരുടെ വെരിക്കോസ് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ കഷ്ണം പോലെ തൂങ്ങുകയാണ്. ഭയങ്കര വേദന. അപ്പോൾ ഇവരെന്നാ ചെയ്യണത്? ഇവർക്ക് തന്നെ പ്രേക്ഷിത ശക്തി കിട്ടി. നിങ്ങളുടെ പേഴ്സണൽ എംപവറിങ്ങിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ ഈ പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൊടുക്കുന്നത്. അപ്പം മിഥുൻ എന്നോട് പറഞ്ഞ് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ എന്തറിയാവോ, ഈ പത്രം നിങ്ങളെ കൊടുക്കണത് ഇവിടെ പറയണ പോലെ ഞാനും എൻ്റെ അപ്പനും കൊടുക്കണത്. നിങ്ങളിവിടെ പറയണത് പള്ളി കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുകയില്ലേ. ഞങ്ങളങ്ങനെയല്ലേ ചെയ്യണത്. ഞാനും അപ്പനും കൂടി പത്രം കൊണ്ട് പോകും. അപ്പം പുറകെ ഇരിക്കും, ഞാൻ ബൈക്ക് ഓടിക്കും. എന്നിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലും പോയിട്ട് ഓരോ അത്ഭുതവും പറയും. ഇപ്പം ഇതിന് അപ്പനും ചെയ്യണത് എന്താണ്? അവർ ബൈക്കൊക്കെ കയറി, മകൻ ബൈക്ക് ഓടിക്കും, അപ്പം പുറകെ ഇരിക്കും. ജോലിയും പോയി, എല്ലാം പോയി, കടത്തിലായി പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവരവരുടെ വിശ്വാസത്തിന് വിളക്ക് പിന്നെ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ ചെന്നുവെച്ചും അവരോട് പറയും, ഇന്നലെ കൃപാസനത്തിൽ ഇന്ന അത്ഭുതം നടന്ന്. എന്നിട്ട് ഇവൻ അതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിടും. കൃപാസനത്തിൽ നടന്ന് ഏറ്റവും നല്ല അത്ഭുതം നോക്കിയിട്ട് സന്നദ്ധനെ എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്തിടും. അതെല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ജീവിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അതനുസരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന സദ്വാർത്ത നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവർ കൈമാറേണ്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം, പേടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണത് സംബന്ധിച്ചിടത്തോളം ദൈവവും അവൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ കമ്പനിയിൽ പോയി, വിളിക്കാത്ത കമ്പനി, കിട്ടാത്ത ജോലിക്ക് അവനെ മാത്രം വിളിപ്പിക്കാൻ വേണ്ടി അമ്മ പോയി കാത്തു നിൽക്കാൻ അവിടെ. ദൈവം അതുപോലെ എൻ്റെ അപ്പുറത്തും ചെയ്യുന്ന ആളാണെന്ന് ഈ കുരിശുരൂപം കാണുമ്പോൾ ഏത് കഴുതക്കും മനസ്സിലാവും. കുരിശുരൂപം, ഞാൻ എന്താ കുരിശുരൂപം എങ്ങനെ വെച്ചിരിക്കണത്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആവേശമാണ്. എന്താണ്? ദൈവം നിന്നെ വീണ്ടെടുക്കാൻ, നീ ഒറ്റ ആളാണെങ്കിൽ പോലും നിന്നെ വീണ്ടെടുക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ അല്ലേ കുരിശുരൂപം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും തുറന്നൊരു വായനാ പുസ്തകമാണ് കുരിശുരൂപം. അതുപോലെ അത് കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിഷമമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കണത്. പക്ഷെ അത് ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് പ്രശ്നം. ആശ്രയം സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. രാധമ്മ എന്താ ചെയ്യണത്? രാധമ്മ എല്ലാ വീട്ടിലും ഇതുപോലെ പാവപ്പെട്ടവളാണേ, അവളില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വീടുകളിലൊക്കെ രോഗികളെല്ലാം കൊടുക്കും. എന്നിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. സങ്കടം വരുന്ന എല്ലാ മനുഷ്യരോടും പരിഹാരമായിട്ട് രാധമ്മ പറയണത് കൃപാസനം മാതാവിനെക്കുറിച്ചും അവൾക്കുണ്ടായിരുന്ന അനുഭവമാണ് പറയണത്. അത് പറഞ്ഞ് അവസാനം അങ്ങനെ സുവിശേഷം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ദൈവം അടയാളം കൊടുക്കും. അടയാളം അത്ഭുതം പറയുന്നത് അങ്ങനെയാണ്. അല്ല വെറുതെ കുത്തിയിരുന്ന അടയാളം കൊണ്ട് അത്ഭുതം ഉണ്ടാകത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമ 15:18 എടുത്തേ. റോമ 15:18.
വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് പറഞ്ഞ വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അതാണ് അപ്പോസ്തലിക പ്രഭാഷണം എന്ന് പറയണത്. വേറെ ഒന്നിനെ കുറിച്ചും പറയത്തില്ല. അതായത് സുവിശേഷ കൈമാറ്റത്തിന് ഒരു മീറ്റർ ഉണ്ട്. എന്താ അതിന്റെ മീറ്റർ? എന്താണ്? ഒന്നിന് വായിച്ചേ. വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് അവന് വിശ്വാസം നേടിയെടുക്കണം. അവൻ വചനത്തെ വിശ്വസിക്കണം, വചനത്തെ അനുസരിക്കണം. അനുസരണം നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിജാതി അനുസരണം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വായിച്ചോളൂ. വാക്കാലും പ്രവൃത്തിയാലും. വാക്കും പ്രവൃത്തിയും ഉടമ്പടിയാണത്. അടയാളങ്ങളുണ്ടാവും, അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ച ഇല്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. ഒരാൾ ഉടമ്പടിയിലാണോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ വഴി ക്രിസ്തു പ്രവർത്തിക്കണം. എങ്ങനെ ക്രിസ്തു പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാ? ഇപ്പോൾ രാജമ്മയുടെ കാര്യം എടുക്കുക. എന്താണ്? ഈ കുണ്ടളം കാച്ചക്കണ പോലെ വേരിക്കോസ് മൊത്തം കറുത്ത് കിരിക്കുകയാണ്. രാജ എന്താ പറയണത്? രാജ പോയി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കൊണ്ടുവന്നിട്ട് ഈ കാലിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കും. 10-12 കൊല്ലമായ വേരിക്കോസാണേ. കാലെന്നിട്ട് മരവിച്ചിട്ട് കഴച്ചിട്ട് തലയെ വെച്ച് കിടന്ന നിലയും പിടിച്ച് കിടന്ന് ഉറങ്ങണ വ്യക്തിയാണ്. വേറെ ആരുമല്ല അവിടെ ചെന്നിരിക്കണത്, ഇവർ മാത്രം. ഈ പാവപ്പെട്ട ചേച്ചി ഈ ഉടമ്പടി തൈല ഉപ്പ് എടുത്തിട്ടുണ്ട്, അവരുടെ കാലെ പെട്ടി കൊടുക്കും. വിശ്വപ്രമാണം ചൊല്ലി 3-ാം ദിവസം ഇത് പുതിയ കാല് പോലെ അങ്ങോട്ട് ഇരിക്കും. ഇപ്പം ആരാണ്? രാധ വഴി ക്രിസ്തു പ്രവർത്തിക്കാൻ, ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാവരിലൂടെയും ക്രിസ്തുവിന് അടയാളം നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും ക്രിസ്തുവിന് അത്ഭുതങ്ങൾ നൽകാൻ ആഗ്രഹമുണ്ട്. എല്ലാവരെയും ക്രിസ്തുവിൽ മറ്റുള്ള മനുഷ്യരുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഈ കുണ്ടളം കാഴ്ച കിടക്കുന്ന സംഭവങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ രാജമ്മയെടുത്ത് വേറെ ഒരു ചെടുത്തി വന്നിട്ടും പറഞ്ഞു. അവർ ജോലിക്ക് പോണ വീട്ടിലെ ചെടുത്തി പറഞ്ഞു, രാജമ്മേ ഒരു സമാധാനമില്ല, ഭയങ്കര പണവും ഭയങ്കര വസ്തുക്കളുള്ള കുടുംബമാണ്. രാജമ്മ പറഞ്ഞ അമ്മ കേൾക്കുമല്ല, ഞങ്ങൾ 16 കൊല്ലമായിട്ട് ഇവിടുത്തെ ഒരു 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി പാകുടമ്പടി നടക്കാതെ കോടതി കേസ് നടക്കുകയാണ്. 16 കൊല്ലമായിട്ട് ഈ കുടുംബത്തിൽ 8 കുടുംബമാറ്റം ഉണ്ട്. അവിടെ പാകുടമ്പടിക്ക് 16 കൊല്ലമായിട്ട് കേസുണ്ട്. 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള തർക്കത്തിലാണ് കേസ് പോണത്. അപ്പോൾ കോടതിയിലാണ് വിഷയം. അപ്പോൾ ഈ വിഷയം രാധമ്മയോട് പറയും, രാധികയോട് പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ നേരെ പള്ളിയിൽ പോയിരിക്കും. എന്ന് പറയും, ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനത് അമ്മയോട് പറഞ്ഞോളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ്, രാധമ്മ എല്ലാ പ്രശ്നവും തീർന്ന്, മജിസ്ട്രേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിന്നളന്നിട്ട് എല്ലാം തിരിച്ചു, പ്രശ്നം തീർന്നു, ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, നീ അങ്ങോട്ട് വരാൻ പറയും. പെട്ടെന്നാണ്, എന്ത് സ്പീഡാണെന്ന് നോക്കിയേ. 16 കൊല്ലമാണ് 16 സെക്കൻഡ് കൊണ്ട് തീർക്കണത്. ഇതാരാ തീർക്കണത്? ഒരു പാവപ്പെട്ട ലേഡിയെ ദൈവം ഉപയോഗിക്കുകയാണ്. ആര് സത്യമായി വിശ്വസിക്കുന്നുവോ, ആര് ബോധ്യപ്പെട്ട് കർത്താവിന് വേണ്ടി വേറെ ചെയ്യുന്നുവോ, ആര് ക്രിസ്തുവിനെ കൈമാറാൻ തയ്യാറാകുന്നുവോ, അവരിലൂടെ ദൈവം പ്രവർത്തിക്കും. അപ്പം നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കഴിയുമ്പോൾ നിങ്ങൾ എംപവറിങ്ങിലാണ്, പവർ ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ പവർ ചെയ്യുകയാണ്. നിങ്ങൾ കർത്താവിന് കൈമാറുന്ന ആളാണെന്ന് കണ്ടാൽ ഉടനെ ദൈവം നിങ്ങൾക്ക് അടയാളം തരാൻ തുടങ്ങും. അടയാളം, അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൾ. അവരാണ് അവസാനം പറയണത്, ദൈവത്തെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്, ഇനിയും ഞാൻ മരണം വരെ ഉടമ്പടി തന്നെ ജീവിക്കും. എന്താ കാര്യം? ദൈവത്തെ തൊടാൻ പറ്റുന്ന ഒരു വഴികളിലൂടെയാണ് അവർ ജീവിതത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവരെ ഉടമ്പടിയെ നീതീകരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ സാധൂകരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ശക്തരായ വക്താക്കളായി മാറാൻ വേണ്ടി ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ചെയ്യണമേ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ആരാധന ആരാധന കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വചനത്താലും അഭിഷേകത്താലും നമ്മളെ ധന്യരാക്കി അവിടുത്തെ സ്നേഹത്തിന്, ദേവതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചമായി പ്രശോഭിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത അഭിഷേകം ചെയ്യുന്നു. നിന്റെ സ്വന്തമാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന മഹത്വം മഹത്വം. ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി, ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഹല്ലേലൂയ 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 യേശുവേ Hallelujah.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് അടിപ്പിണ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ച മുതൽ ഉള്ളംകാല് വരെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിലും നിങ്ങളുടെ ബാഹ്യ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ കൃപയാൽ സ്നാനപ്പെടുന്ന വലിയ സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യന് തലച്ചോറിനെ സ്പർശിക്കണമേ കർത്താവേ. തലച്ചോറ് സിസ്റ്റിനെ സ്പർശിക്കണം കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കണം കർത്താവേ. സ്പോണ്ടിലോസിസിനെ സ്പർശിക്കണം കർത്താവേ. തൈറോയിഡിനെ സ്പർശിക്കണമേ കർത്താവേ. ഹിപ്പലിനെ സ്പർശിക്കണം കർത്താവേ. നെഞ്ചിനെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുമുറിവാർന്ന് അണിപ്പഴുതാർന്ന് വലത് കരത്താൽ സ്പർശിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, എന്റെ വലത് കരത്താൽ, എന്റെ ആണിപ്പഴുതാർന്ന വലത് കരത്താൽ കർത്താവേ അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ നിന്റെ അത്ഭുത കരത്താൽ അടിപ്പിടർ പോലെ, കർത്താവേ അത്ഭുത കരത്താൽ അടിപ്പിടർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ കോശങ്ങളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. ഓരോ പേശികളിലും ദൈവികമായ ശക്തി ഒഴുകട്ടെ. കൊച്ചു മുതൽ ഉള്ളംകാൽ വരെ കർത്താവിന്റെ അക്ഷാപരത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റ്, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടം ചൂടിയവരെ, ഞങ്ങൾക്ക് വേണ്ടി മൃത്യുടം ചൂടിയവരെ, നിന്റെ മുഴുക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, നിന്റെ മുഴുക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, കൊച്ചു മുതൽ ഉള്ളംകാൽ വരെ പടരട്ടെ. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. കർത്താവിന്റെ രക്തം പടരട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, ക്രൂശിക്കപ്പെട്ടവന്റെ നാമത്തിൽ, കുരിശേറ്റവന്റെ നാമത്തിൽ, തിരുവിലാവിൽ മുറിവേറ്റവന്റെ നാമത്തിൽ, അടിപ്പിടറേറ്റവന്റെ നാമത്തിൽ, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും ആന്തരിക അവയവങ്ങളിലും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പാ സ്വർഗീയപ്പാ, അപ്പാ സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൈകൾ നീട്ടുന്നു. അപ്പാ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ
സൗഖ്യം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും, എല്ലാ ദോഷങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ വിഷമസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ മാറാ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ശ്രുതികടേ, ശ്രുതികടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. ഉമനീർ ഗ്രന്ഥികള്, ഇടതുവശത്തെ ഉമനീർ ഗ്രന്ഥികള് അത് പഴുത്ത് കറുത്ത നിറമായിരിക്കുന്ന വ്യക്തിയെ, സ്ത്രീയെയാണ് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. വലത് കൈയിലും ഇടത് കൈയിലും വാച്ചുകൾ മാറ്റി മാറ്റി കെട്ടുന്ന മെറ്റൽ അലർജിയുള്ള വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഒരു ചെരുപ്പും പാകമാകുന്നില്ല, ഒരു ചെരുപ്പ് ഇടാൻ പറ്റുന്നില്ല. കാലിന് ആണി പോലുള്ള തളർച്ചയുണ്ട്, രോഗങ്ങളുണ്ട്, കാലിന് തളർച്ചയുണ്ട്, അതുപോലെ തന്നെ കാലിന് ശോഷിക്കുന്ന അവസ്ഥയുണ്ട്. ആ വ്യക്തിയെ കാലുകൾക്ക് വ്രണമുണ്ട്. ആ വ്യക്തികളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ. കോശങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ബയോപ്സി കൊടുത്തിരിക്കേണ്ട വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ വൈ പോലെ ജംഗ്ഷൻ വരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ബയോപ്സിക്ക് പോയിട്ടുള്ള വ്യക്തികളെ കർത്താവ് ഈശോമിശിഹായുടെ നാമത്തെ സുഖപ്പെടുത്തുന്ന പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളുടെ സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് കോശങ്ങളെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കോശങ്ങളെയും ശരീരത്തിൻ്റെ ആന്തരികമായ അവയവങ്ങൾക്കുണ്ടായിരിക്കുന്ന കോശങ്ങൾ, ആ കോശങ്ങൾക്കുണ്ടായിരിക്കുന്ന കോശങ്ങൾ കറുത്ത് വന്നിരിക്കുന്നത് അത് ഡെഡായിട്ടുള്ള സെൽസുകൾ ഉണ്ടാകുന്നതാണ്. അതിന് ക്യാൻസർ എന്ന മറ്റു രോഗങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ആ കർത്താവ് ആ രോഗികളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു, സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന. ഞങ്ങളുടെ അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. ദൈവമാതാവിന്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് കിട്ടിയ എല്ലാ രോഗസൗഖ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് വലിയ വചന വെളിപാട് നൽകിയതിന് നന്ദി പറയുന്നു. ഈശോയെ, ഏത് ജീവിത സാഹചര്യങ്ങളിലും ക്ലേശ സമയങ്ങളിലും നീയാണ് കർത്താവ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ജീവിത സാക്ഷ്യം നൽകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃപാവര പ്രവൃത്തികളിലൂടെയും സാക്ഷ്യ ജീവിതത്തിലൂടെയും ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക്, നീയാകുന്ന ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്കായി